Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരറ്റ് മിൽക്കിന്റെ റെസിപ്പിയാണ്. നമ്മൾക്കറിയാവുന്ന പോലെ വേനൽക്കാലത്ത് നമ്മളുടെ ചൂട് ഓരോ ദിവസവും കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും അതുമാതിരി തന്നെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാരറ്റ് മിൽക്കിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുമാതിരി തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, ആദ്യം അതിനൊരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്ത 250 ഗ്രാം ക്യാരറ്റ് കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ 250 ml വാട്ടർ, ഇല്ലാന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ചതച്ചെടുത്ത 4 കാടമുളകും കൂടെ നമുക്കിതിലേക്ക് ഇടാം. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് നമുക്ക് ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ സിമ്മറിലും അടിച്ചുമാണ് നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്ക് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു ഫേവർ ചോദിക്കാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ സിമ്മിൽ അടിച്ചുമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ ക്യാരറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്കിതിലേക്കൊരു 400 ml മിൽക്കും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു പിഞ്ച് സോൾട്ട്, ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം ഹണി ഒഴിക്കാം. ഇനി നിങ്ങൾക്ക് ഹണി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം 100 ഗ്രാം ഷുഗർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് 1-2 ഡ്രോപ്സ് വനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഫ്ലേവർ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ തണുപ്പിക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. നമ്മളുണ്ടാക്കിയ ജ്യൂസ് നന്നായി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നമ്മളുണ്ടാക്കിയ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് നമുക്കിത് കുടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കണ്ട മാതിരി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ വേനൽക്കാലത്ത് നമ്മളുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും നമുക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ചെയ്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനും അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.